കാണാൻ ഭംഗിയുള്ള ഈ 4 മണി ചെടി ഉണ്ടല്ലോ, അത് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. നമ്മൾ 90s കാലത്ത് കണ്ടിട്ടുള്ള ആ ഒരു വെറൈറ്റി ഇപ്പൊ അങ്ങനെ അധികം കാണാറില്ലെങ്കിലും ഇതിന്റെ പലതരം നിറത്തിലുള്ളത് ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ. കാരണം ജനിതക ശാസ്ത്ര പഠനങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണിത്. അത് കാരണം ഒരു ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കളും അല്ലെങ്കിൽ ഒരു പൂവിൽ തന്നെ പല നിറങ്ങളും അങ്ങനെയൊക്കെ വരാറുണ്ട്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണിയോടെ വിരിയുകയും പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശം കടുക്കുന്നതോടെ വാടിപ്പോവുകയും ചെയ്യുന്ന പൂക്കളാണിത്. പണ്ടുള്ളവർ സമയം അറിയാനൊക്കെ ഈ ചെടി ഉപയോഗിച്ചിരുന്നു. പക്ഷെ മാറുന്ന പ്രകൃതി വെച്ചിട്ട് ഇതിന്റെ ആ പൂക്കുന്ന സമയവും ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ടെമ്പറേച്ചർ വ്യത്യാസവും ക്ലൈമറ്റിലുള്ള വ്യത്യാസവും ലൈറ്റിന്റെ പൊല്യൂഷനും ഒക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. ഈ 4 മണി ചെടിക്ക് കുറെ ഔഷധ ഗുണങ്ങളും ഉള്ളതാണ്. പണ്ടൊക്കെ പൊള്ളലിനും മുറിവുകൾക്കും ഒക്കെ ഉപയോഗിച്ചിരുന്നു, ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു, ശരീരവീക്കത്തിനും വേദന കുറയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു, വയറിളക്കം, ദഹനക്കേട് അതിനൊക്കെ ഉപയോഗിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. വേരും ഇലകളൊക്കെയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങളെ. ഈ 4 മണി പൂവ്, 10 മണി പൂവ് ഇതൊക്കെ സമയം തെറ്റി വിരിയുന്നത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള താളം തെറ്റി എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. ഗ്ലോബൽ വാർമിംഗ്, അന്തരീക്ഷത്തിലെ താപനിലയിലെ വ്യതിയാനങ്ങൾ, രാത്രിയുള്ള കൃത്രിമ വെളിച്ചം ഇതൊക്കെ ചേർന്നിട്ട് നമ്മുടെ പ്രകൃതിയുടെ താളം തന്നെ തെറ്റി എന്നുള്ളതിന്റെ സൂചനകളാണ് ഇതൊക്കെ. നിങ്ങൾ 4 മണി പൂവ് കാണാറുണ്ടോ? അത് എത്ര മണിക്കാണ് വിരിയുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊക്കെ കളറാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ.